പ്രമേഹമുള്ള ആളുകളുടെ കണ്ണില് രക്തസ്രാവം ബ്ലീഡിംഗ് ഉണ്ടാവാം. ഇപ്പോൾ പൂർണ്ണമായിട്ടും കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഭാഗികമായിട്ട് കാഴ്ച മങ്ങലുണ്ടാവാം, കറുത്ത പാടുകളൊക്കെ കാഴ്ചയിൽ കാണപ്പെടാം. അപ്പോൾ ഇത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതിൽ PDR എന്ന് പറയും, പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി. നമ്മുടെ കണ്ണിനുള്ളിലെ റെറ്റിനയിൽ പുതിയതായിട്ട് ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടാവും. ഈ രക്തക്കുഴലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഒന്ന് BP കൂടി, അല്ലെങ്കിൽ സ്ട്രെസ് വന്നു, പല കാരണങ്ങളും കൊണ്ട് ഈ രക്തക്കുഴൽ പെട്ടെന്ന് പൊട്ടി അതിനുശേഷം കണ്ണിൽ ബ്ലീഡിങ് ഉണ്ടാകും, രക്തസ്രാവം ഉണ്ടാകും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് മുക്കുറ്റി. മുക്കുറ്റി നമ്മുടെ പറമ്പിലൊക്കെ സുലഭമായിട്ട് കാണുന്നതാണല്ലേ. ഇത് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ നെറ്റിക്ക് ലേപയിടും. അതുപോലെ തന്നെ 2-3 മുക്കുറ്റി നമ്മൾ ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാൻ കൊടുക്കും. അപ്പം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് ബ്ലീഡിങ് ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായ ആളുകൾക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ കൂടുതൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ഈ രക്തസ്രാവം ഇതിങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആയിട്ട് അത് പിന്നെ റെറ്റിന ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകും. പിന്നെ സർജറി ചെയ്യേണ്ടി വരും. അപ്പൊ പുതിയതായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ മുക്കുറ്റി സഹായിക്കും. മനസ്സിലായില്ലേ? പിന്നെ ആ ഉണ്ടായ രക്തസ്രാവം നമ്മളെ ശരീരം തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്നതനുസരിച്ച് നമ്മുടെ കാഴ്ച മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ആയിട്ട് വരും. അപ്പൊ നല്ലൊരു ഔഷധമാണ് അങ്ങനത്തെ കണ്ടീഷൻസിൽ. പിന്നെ ഇത് പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും മുക്കുറ്റി. ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ആയുർവേദത്തിലെ മറ്റു പല മരുന്നുകളും നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ ലേപത്തിനായിട്ടും ചില മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് ആയുർവേദത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ സ്വന്തമായിട്ട് ചികിത്സിക്കാൻ നിൽക്കരുത്. ഞാനിത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇത് എപ്പോഴും ഒരു ഡോക്ടറെ കണ്ട് സ്കാനിങ്, ആവശ്യമായ പരിശോധനകളൊക്കെ ചെയ്തിട്ട് വേണം ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.